ആ റഡാറിൻ്റെ പരിശോധന നടത്തിയതിന് ശേഷമാണെന്ന് തോന്നുന്നു വീണ്ടും ഈ പട്ടാളക്കാർ നിർദ്ദേശിച്ചതനുസരിച്ച് ഈ സന്നദ്ധ പ്രവർത്തകർ കലങ്കിനകത്തേക്ക് കയറിയിരിക്കുന്നത്. പരിശോധന നടന്നോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ വകുപ്പില്ല, കാരണം അതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ കുറച്ച് അകലെയാണ്. പക്ഷേ ഈ റഡാർ പരിശോധനയ്ക്ക് മുന്നോടിയായി ആളുകളെ മാറ്റിയിരുന്നു. അതിനുശേഷം ആ ഉദ്യോഗസ്ഥർ കൂട്ടം കൂടി ചില പ്രവർത്തനങ്ങൾ അവിടെ നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആ റഡാർ നിയന്ത്രിക്കുന്ന സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ താഴെയുള്ള ഈ ഇപ്പോൾ ദൗത്യം നടക്കുന്ന പ്രദേശത്തുള്ള പട്ടാളക്കാരുമായി അതിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുമായി മുകളിൽ നിന്നെന്തോ സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അവരുടെ നിർദ്ദേശപ്രകാരമാണ് വീണ്ടും ഈ കലങ്കിനുള്ളിൽ നേരത്തെ നിർത്തിവെച്ചിരുന്ന കലങ്കിനുള്ളിലെ പരിശോധന ഇപ്പോൾ വീണ്ടും നടക്കുന്നത്. ഒരു ഭാഗത്ത് വെള്ളം തടഞ്ഞു നിർത്തിയിട്ടാണ് കലങ്കിൽ നിന്നുള്ള മണ്ണും ചെളിയുമൊക്കെ മാറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ മറുഭാഗത്ത് തടഞ്ഞു നിർത്തിയ വെള്ളം അത് തുറന്നു വിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒലിച്ചു വരുന്ന വെള്ളവും കല്ലും മണ്ണും ഒക്കെ വീണ്ടും നീക്കം ചെയ്യുകയാണ്. ഒരു പക്ഷേ അതിനകത്തേക്ക് കയറാൻ സജ്ജരായി പട്ടാളക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. മൺവെട്ടിയും അതുപോലെ തന്നെ കമ്പിപ്പാറകളുമൊക്കെയായിട്ട് പട്ടാളക്കാരും ഇവിടെ സജ്ജരായിട്ടുണ്ട്. ഇനി തുടർ പരിശോധന ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല. കാരണം നേരത്തെ ഈ ഉദ്യോഗസ്ഥർ ഇതിന് സമീപ പ്രദേശത്ത് നിന്നും നിശ്ചിത പരിധിയിൽ നിന്ന് ആളുകളെയൊക്കെ അകലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഈ പട്ടാളക്കാർക്ക് ഒരു നിർദ്ദേശം ലഭിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ സന്നദ്ധ പ്രവർത്തകർ ഇതിനകത്തേക്ക് കയറിയതും. ഇപ്പോൾ നമ്മൾ ഈ ദൗത്യമേഖലയ്ക്ക് അടുത്തേക്ക് നമ്മൾ മടങ്ങി വന്നെങ്കിലും അവർ നമ്മളെ നിയന്ത്രിക്കുന്നില്ല. അതിനർത്ഥം ഒന്നുകിൽ റഡാർ പരിശോധന കഴിഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ അവർ ഇപ്പോൾ ഉടനെ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. റഡാർ പരിശോധന നടന്നാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. അവർ ആ രീതിയിലുള്ള സാധന സാമഗ്രികൾ ഉപകരണങ്ങളുമായിട്ടാണ് പരിശോധന നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്നുകിൽ അത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. നേരത്തെ ആളുകളെ മാറ്റിയതനുസരിച്ച് അങ്ങനെ നമ്മൾ അനുമാനിക്കുന്നു. ഇപ്പോൾ ഈ ദൗത്യ മേഖലയിലേക്ക് അവർ നേരത്തെ നിയന്ത്രണം ഏർപ്പെടുത്തിയ മേഖലയിലേക്കുള്ള വന്നാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ ക്യാമറയിലേക്ക് പകർത്തുന്നത്. അവിടെ ഇപ്പോൾ വരുമ്പോൾ അവർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുമില്ല. അതിനർത്ഥം ഒന്നുകിൽ റഡാർ പരിശോധന കഴിഞ്ഞിട്ടുണ്ടാകും. എന്ന് മാത്രമല്ല ഈ കലങ്ങിനകത്തേക്ക് കൂടുതൽ ഉള്ളിലേക്ക് കയറാൻ ഈ സന്നദ്ധ പ്രവർത്തകർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. JCBയുടെ ബക്കറ്റ് ഉപയോഗിച്ച് ആ കലങ്കിലേക്ക് വന്നടിഞ്ഞിട്ടുള്ള മണ്ണൊക്കെ ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. അതിനോടൊപ്പം തന്നെ സമാന്തരമായി DYFIയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തകർ ആ മണ്ണ് കുത്തിമറിച്ച് മൺവെട്ടിക്ക് വെട്ടിമാറ്റുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണുകയും ചെയ്യാം. ഇതിനിടയിൽ ഒഴുകി വരുന്ന വലിയ പാറക്കഷ്ണങ്ങളും മറ്റും അവർ കൈകൊണ്ടെടുത്ത് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അരുൺ, ഇന്ന് രാവിലെ മുതൽ ഇവിടെ നടന്ന പരിശോധനയ്ക്കിടയിലും ഈ കലുങ്ക് വൃത്തിയാക്കാനും കലുങ്കിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള വഴിത്താര ചാലൊക്കെ വെട്ടി നിർമ്മിച്ചിരുന്നു. പക്ഷേ പൂർണ്ണമായും കലുങ്കിനകത്ത് തടഞ്ഞു നിൽക്കുന്ന ഒരു അന്നേരവും ഉണ്ടായിരുന്നു. ആ സമയത്തും കലുങ്കിനകത്ത് എന്തോ തങ്ങി നിൽക്കുന്നത് പ്രകടമായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും ഒഴിവാക്കാനായി അന്നേരം ശ്രമിച്ചിരുന്നില്ല. അത് വലിയൊരു ദൗത്യമാണ്. അതിനകത്തേക്ക് ആള് കയറി നിന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് യന്ത്ര സാമഗ്രിയുടെ സഹായത്തോടെ പൂർണ്ണമായും അത് കലങ്ങിനകത്ത് തടഞ്ഞു നിൽക്കുന്ന സാധനം എന്താണെന്നുള്ളത് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കണം സാധിക്കുന്നതിന് അത്ര പരമാവധി അവർ ആ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് അതിന് ചാല് വിട്ട് നിർമ്മിച്ച ശേഷം അവർ ആ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങാൻ ഒരുങ്ങുകയാണ് ഇത്തരമൊരു സിഗ്നൽ ലഭിച്ചത്. ആ സിഗ്നൽ ഏതായാലും അതിനിർണായകമായിരിക്കുകയാണ്. എന്ന് മാത്രമല്ല ആ സിഗ്നലിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് ഈ നിമിഷവും ഈ മണിക്കൂറിലും നമ്മൾ അനുമാനിക്കുന്നത്. അങ്ങനെ വേണം നമ്മൾ വിശ്വസിക്കാൻ. കാരണം ആദ്യം ഈ സിഗ്നൽ കിട്ടുന്നു, ആ പ്രദേശത്ത് പരിശോധന നടത്തുന്നു, അവിടെ ഒന്നുമില്ല എന്ന് കാണുന്നു, അങ്ങനെ മടങ്ങിപ്പോകേണ്ടതാണ്. പക്ഷേ ആദ്യം സിഗ്നൽ സ്പോട്ട് ചെയ്ത് നടത്തിയ പരിശോധനയെ ആ സ്ഥലത്ത് നിന്ന് കുറച്ചിപ്പുറത്തേക്ക് മാറി, ഒരുപാട് അകലെയല്ല, ഒരു 50 മീറ്റർ വ്യത്യാസത്തിലുള്ള ദൂരപരിധിയിലുള്ള പ്രദേശത്താണ് ഇപ്പോഴത്തെ പരിശോധന നടത്തുന്നത്. അങ്ങനെ ഒരു പരിശോധന നടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തോ ഒന്ന് എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ എവിടെയോ എന്തോ ഒളിഞ്ഞിരിക്കുന്നതിൻ്റെ സാന്നിധ്യമാണ് റഡാറിൽ വ്യക്തമായത്.